ആനവണ്ടി എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പം ഈ ഒരു ഫീല് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ ഒരു കപ്പിൾസ് നമ്മുടെ ഇവിടെ ഉണ്ട്. നമസ്കാരം. നമസ്കാരം. അമലും അഭിജിതയും. ഓക്കെ. അപ്പം ആനവണ്ടിയിൽ പറഞ്ഞാൻ തുടങ്ങി, എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആനവണ്ടി കയറി വന്നത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനവണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണ്. നമ്മുടെ ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മൾ ഈ കുഞ്ഞുനാൾ മുതൽ ഈ ബസ്സിൽ കയറിയും ലിഫ്റ്റ് അടിച്ചൊക്കെയാണ് പോകുന്നത്. ബസ് അധികമുള്ള റൂട്ടല്ല, കുറച്ച് ട്രിപ്പുകളുള്ള റൂട്ടായിരുന്നു. അങ്ങനെ ഇടക്കാലത്ത് അത് നിന്നുപോയി, ഏകദേശം എല്ലാ ട്രിപ്പുകളും നിന്നുപോയി. അങ്ങനെ ട്രിപ്പുകൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി, ചീഫ് ഓഫീസ്, MLA എല്ലാവർക്കും നിവേദനം കൊടുത്ത് നിരന്തരം കയറി ഇറങ്ങി ഫുൾ ഷെഡ്യൂളായിട്ട് നമ്മൾ അനുവദിച്ച് വാങ്ങിച്ചു. സർവീസും തുടങ്ങി. ഞാനപ്പോൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് കയറുന്ന സമയമാണ്. അപ്പം സർവീസ് തുടങ്ങി. പക്ഷേ അതിനനുവദിച്ചിരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ RT 361 എന്ന് പറഞ്ഞ ഒരു ബസ് ഉണ്ടായിരുന്നു. നമ്മളെ പഴയ വണ്ടിയാണ്. ആ വണ്ടി ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ദിവസം വഴി കിടക്കുന്ന സാഹചര്യമായി. നമ്മുടെ ഷെഡ്യൂൾ അത്രയും കഷ്ടപ്പെട്ട്. അതെ. ആ സംഭവം എന്ന് വെച്ചാൽ ബസ്സിന്റെ കാലപ്പഴക്കം കൊണ്ടാണ്, അല്ലാതെ അവർ മെയിൻ്റെനൻസ് കുറവില്ല. ഏകദേശം ആയി വണ്ടി, സ്ക്രാപ്പ് കണ്ടീഷനൊക്കെ ആവാറായി. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴത്തേക്കും എനിക്കും ബുദ്ധിമുട്ടായി, നാട്ടുകാർക്കും ബുദ്ധിമുട്ടായി. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് സർവീസ് കൊണ്ടുവന്നിട്ട് വണ്ടി വഴി കിടക്കുന്ന സാഹചര്യം ആയപ്പോഴത്തേക്ക് ആർക്കും കൃത്യസമയത്തിന് എത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഡിപ്പോയിൽ ആവശ്യപ്പെട്ടപ്പോൾ ഡിപ്പോയിൽ പറഞ്ഞു, വേറെ വണ്ടിയില്ല തരാൻ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അടുത്തത് ഞാൻ ഇവിടെ നാട്ടിലൊരു സാമൂഹിക പ്രവർത്തനം കൂടെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു എന്ത് ചെയ്യാന്നുള്ളതിന് ചിന്തിച്ചു. വീണ്ടും ഇതുപോലെ എല്ലാവർക്കും നിവേദനങ്ങൾ എഴുതി നിരന്തരം ഈ പറഞ്ഞ ചീഫ് ഓഫീസ്, നിയമസഭ, MLA ഓഫീസെല്ലാം കയറി ഇറങ്ങി നമ്മളെ ചീനവിള റൂട്ടിലത്തേക്കായിട്ട് RNE 522 എന്ന് പറയുന്ന ഒരു ബസ് നമ്മുടെ ഈ റൂട്ടിൽ ഈ ഷെഡ്യൂളിലത്തേക്കായിട്ട് ചീഫ് ഓഫീസിൽ നിന്ന് അനുമതിയോടുകൂടി വന്നു. ഇന്ന റൂട്ടിലത്തേക്ക് കൊടുക്കാവെന്ന് പറഞ്ഞ് അവിടെ നിന്ന് EDT വിളിച്ചു പറഞ്ഞു വന്ന വണ്ടിയാണ്. എത്ര നാളുണ്ടായിരുന്നു ഈ സമരം? ഇത് നമ്മൾ ഇതിലോട്ട് ഇറങ്ങിയത് ഏകദേശം ഈ വണ്ടി വന്നിട്ട് 8 വർഷമായി. ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഇതിന്റെ പുറകെ നടന്നു. അത്രത്തോളം നടന്നിട്ടാണ് ഈ വണ്ടി കിട്ടിയത് തന്നെ. നിരന്തരം നടന്നു. എങ്ങനെ വണ്ടി കിട്ടി നമ്മളെ റൂട്ടിലേക്കായിട്ട് തന്നു, സർവീസ് നടത്തി. അന്ന് മുതൽ ഈ വണ്ടിയോട് പ്രത്യേകിച്ച് ഇഷ്ടമാണ്. ഈ RNE 522 എന്ന് പറയുന്ന ബസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഈ വണ്ടിയോട് ഇഷ്ടം തോന്നുന്ന വേറെ എന്താ പ്രത്യേകത ഉണ്ടായിരുന്നു ഈ വണ്ടിക്ക്? അന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഓടുന്ന വണ്ടിയാണ്. ഇപ്പൊ നമ്മൾ അത്രത്തോളം കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. നമുക്ക് വന്ന വഴി അതെ സ്വന്തം വണ്ടി എന്നുള്ള പോലെ ഒരു ഇതായി. അപ്പം അത്രത്തോളം ഇഷ്ടമായിരുന്നു അന്ന് തൊട്ട് ഇന്ന് വരെയും. പിന്നെ ആ സ്ക്രാപ്പ് വരുന്നാലും അത് കഴിഞ്ഞിരുന്നാലും ഇഷ്ടം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ ഈ വണ്ടിയിൽ യാത്ര തുടരുന്നു. സ്കൂൾ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് അതിനുശേഷം വീണ്ടും തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കുള്ള വേറെ ജോലി ഉണ്ടായിരുന്നപ്പോഴും ജോലിക്ക് പോകുന്നതും എല്ലാം ഈ ബസ്സിൽ തന്നെയാണ്. അങ്ങനെ ഈ ഇടയ്ക്ക് നമ്മുടെ KSRTC തന്നെ DCP സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സർക്കാർ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ വണ്ടി പണിയുന്നത് കാട്ടാക്കട ഡിപ്പോ അല്ലായിരുന്നു, ഇത് നമ്മുടെ പാറശാല ഡിപ്പോയിൽ DCP സിസ്റ്റത്തിലായിരുന്നു. ഈ ബസ് അവിടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ ഇളക്കിയെടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കുട്ടിയൊക്കെ ബാഗ് വയ്ക്കുന്ന റാക്കുണ്ട്. ഒരിക്കൽ ഇത് ഇളക്കിയിട്ട് രണ്ടാമത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് വെപ്പിച്ചതാണ് കുറെ വർഷത്തിന് മുന്നേ. അത്ര ഡീറ്റെയിൽ അതിലൊരു സാധനം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വെപ്പിക്കും റിക്വസ്റ്റ് കൊടുത്ത്. കാരണം എല്ലാവർക്കും യാത്രക്ക് ഉപകാരമുള്ള സാധനമാണ്. എല്ലാം അറിയാം. അതിലൊരു സൗണ്ട് വ്യത്യാസം വന്നാൽ പോലും നമുക്കറിയാം. അത് അത്രത്തോളം ഇതാണ്. അങ്ങനെ ആ വണ്ടി അവിടെ പോയ സമയത്ത് നമ്മുടെ അവിടുത്തെ DCPയുടെ ചാർജ് ഉണ്ടായിരുന്ന രാജേഷ് സാറുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ കോൺടാക്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിളിച്ച് ചാർജ് ഉള്ള ആളുടെ നമ്പർ എടുത്ത് പുള്ളിയെ ഡയറക്റ്റ് വിളിച്ച്, സാറേ ഇങ്ങനെ നമ്മളെ വണ്ടിയാണ്, വേറെ ഒന്നും ഇളക്കരുത്, ഇന്ന പണികളുണ്ടെന്ന് പറഞ്ഞ് ചെയ്ത് അവരതുപോലെ പക്കയായിട്ട് പണിത് കാട്ടാക്കട തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴേലും അവര് നീ ഒരു ശല്യമാണല്ലോ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിളിച്ചിട്ട് ആരെയും ശല്യപ്പെടുത്താറില്ല. നമ്മൾ ഉള്ള കാര്യം തുറന്ന് ഓപ്പൺ ആയിട്ടങ്ങ് പറയും, സാറേ ഇന്ന ഏതാണെന്ന് പറഞ്ഞ് പിറകെ നടന്ന് ശല്യപ്പെടുത്താറില്ല. ഉള്ള കാര്യം ജെന്യൂനായിട്ട് പറയും. മനസ്സിലായില്ലേ? അങ്ങനെ അവര് പണിത് വന്നു. ഇപ്പം നിലവിൽ കാട്ടാക്കട DCP സിസ്റ്റം അല്ല, പുതിയ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം ഇപ്പം എല്ലാ അതാത് ഡിപ്പോകളിലാണ് മെയിൻ്റെനൻസും കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം വണ്ടിയുടെ ഇടയ്ക്ക് CF ടെസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തും നമ്മൾ കാട്ടാക്കട ഡിപ്പോയിൽ ചെന്ന് പറഞ്ഞ് അവർ കറക്റ്റ് അതേ പണികൾ ചെയ്യുമായിരുന്നു. നമ്മൾ അതിൻ്റെ അകത്ത് ക്ലോക്കൊക്കെ വെച്ചിട്ടുണ്ട്, മഹിമ ക്ലബിൻ്റെ. അങ്ങനെ ക്ലോക്ക് ഞാൻ ക്ലബിൻ്റെ ചാർജ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളെ ക്ലബിൻ്റെ പേരിൽ പ്രധാന പയ്യൻ അല്ലേ? അതെ. നാട്ടിൽ ഈ മേഖലയെന്നല്ല, ഞാൻ പൊതുവായിട്ട് നാട്ടുകാർക്ക് എന്ത് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. യാതൊരു വിധ ഒന്നും പ്രതീക്ഷിക്കാതെ. ഒരു കാര്യം പറയട്ടെ, ഈ കഥ പറയുമ്പോ ഒരാളിങ്ങനെ ആകാംക്ഷയോടെ മുഖത്ത് നോക്ക, എന്നെ പറ്റി ഇപ്പൊ പറയും ഒന്നും അത് വരുന്നു, അതിലോട്ടാണ് വരുന്നത്. ഈ കഥ ഇങ്ങനെ പോകണ്ടേ? പറയട്ടോ. അങ്ങനെ ഈ ഇതെല്ലാം കഴിഞ്ഞു വീണ്ടും ജോലിയിലോട്ട് പ്രവേശിക്കുന്നു. അപ്പോഴും ഈ ബസ്സിലാണ് പോകുന്നത്. ഞാനിപ്പോൾ കല്യാണം കഴിച്ച അഭിജിതയെ കണ്ടുമുട്ടുന്നതും ഈ ബസ്സിൽ വെച്ചിട്ട് തന്നെയാണ്.
കാരണം ഞാൻ ബേക്കറി സ്റ്റോപ്പിൽ നിന്നാണ് കയറുന്നത്. കുട്ടി കെൽട്രോണിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ അടുത്തടുത്ത സ്റ്റോപ്പുകളിലാണെങ്കിൽ നമ്മൾ നോക്കുകയും മൊത്തമൊക്കെ ചിരിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇപ്പം സ്ഥിര യാത്രക്കാർ ഏകദേശം 1 വർഷത്തോളമായി ഈ കണ്ട് നമ്മൾ സ്ഥിര സഹയാത്രികയെന്ന് നോക്കുമ്പോൾ ചിരിക്കൂലേ, അങ്ങനെ ചിരിക്കുന്നു. ജസ്റ്റ് പരിചയത്തിലാവുന്നു. ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊന്നും ഫോളോവർ ഒന്നും അല്ല, ഇടയ്ക്ക് എപ്പോഴും അയക്കുന്നു, ചാറ്റിങ് ഒന്നുമില്ല. ഞാൻ പഠിച്ച കോളേജിൻ്റെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, കിക്മ കോളേജിലാണ്. ആ സ്റ്റോറി കണ്ടിട്ടാണ് ഞാൻ ഈ കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നതിന്, അയ്യോ ഇവിടെയാണോ പഠിച്ചത് എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് നമ്മളൊരു കോണ്ടാക്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും എന്നെ തന്നെയാണ് ഞാൻ അഭിജിതയിലും കണ്ടത്. എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഭംഗി വാക്കിന് പറയുന്നതല്ല, അത് അത്രത്തോളം ജെന്യൂൻ ആയിട്ട് നമ്മളെ ദൈവം നമുക്കായിട്ട് കാത്തു വെച്ചെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരുപോലത്തെ ചിന്താഗതി സംസാരം എല്ലാം ഒരുപോലെയാണ്. അങ്ങനെ സൗഹൃദത്തിലാവുന്നു. പിന്നെ ബസ്സിൽ യാത്രയാണ്. ഈ കണ്ടുമുട്ടലെല്ലാം ഈ ബസ്സിൽ മാത്രമേ ഉള്ളൂ. അപ്പോഴും പ്രണയമൊന്നുമില്ല, ബസ് വിട്ടുള്ള കളിയൊന്നുമില്ല. എനിക്കതാ ബൈക്കുണ്ട്, ഞാൻ ബൈക്കിലും പോകത്തില്ല, ഈ ബസ്സിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ദിനം പ്രതി കാണുന്നു, ചിരിക്കുന്നു. വേറെ കണ്ടുമുട്ടലൊന്നുമില്ല, ഈ ബസ്സിൽ വെച്ച് തന്നെയാണ് കാണുന്നത്. വൈകിട്ട് ഇറങ്ങി പോകുമ്പോൾ ചിരിക്കുന്നു. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി ഗേറ്റ് അടയ്ക്കുമ്പോൾ ഇങ്ങനെ നോക്കും, ഒരു ചിരിയിരിക്കും. മറ്റേ പഴയ കാലത്ത് കണ്ണും നോക്കി പിന്നെ ആദ്യം ശരിയായി അങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അപ്പോൾ ആ സമയത്താണ്, അത് സമയം കഴിഞ്ഞു പോയി, കുറേ കാലഘട്ടം കഴിഞ്ഞ് ഇങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ആ സമയത്ത് വിവാഹാലോചനകൾ നടക്കുന്ന സമയമാണ്. ഞാനും വിവാഹമേ വേണ്ടാന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. ഇത്രയും വർഷമായി, 8-9 വർഷമായി. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ ഒരാളെ അതുകൊണ്ടല്ല, കാരണം പുതിയ കാലഘട്ടമാണ്. ഇപ്പം നമുക്ക് പറ്റുന്ന ഒരാൾ വന്നാൽ മാത്രം മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. കുഞ്ഞുനാൾ പോലെ എനിക്ക് അങ്ങനെ ആയിരുന്നു. നമുക്ക് ജീവിക്കണമെങ്കിൽ മനസ്സമാധാനമാണ്. ഇങ്ങനെ മറ്റേ എന്റെ ജീവന്റെ പാതയാണെന്ന് മനസ്സിൽ വിചാരിച്ചില്ലായിരുന്നോ? ഏതാ ഈ കല്യാണം വേണ്ടാന്ന് വെക്കുന്നതിന് മുമ്പല്ലേ പരിചയപ്പെട്ടത്? അല്ല, അതിന് മുമ്പേ വർഷം കാണുന്നതിന് മുന്നെയാണ് ഇങ്ങനെ തീരുമാനം എടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ സംസാരിക്കുന്നു. ഈ കല്യാണ ആലോചന നടക്കുന്ന സമയമായിരുന്നു. വീട്ടുകാരുടെ അടുത്ത് പറയുന്നു, വീട്ടുകാർ ആലോചിക്കുന്നു. ആലോചിച്ച് 2 വീട്ടുകാർ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നു, വിവാഹത്തിലോട്ട് കിടക്കുന്നു. ഇതാണ് ഉണ്ടായത്. അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുഞ്ഞനാൾ മുതലേ ഈ വണ്ടി, ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി കൊണ്ടുവന്നു തൊട്ടേ വണ്ടി ഇഷ്ടമാണ്. അന്ന് തൊട്ടേ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിവാഹവേദിയിൽ ഈ ബസ്സും സാക്ഷിയാണോന്ന് എനിക്ക് ആഗ്രഹം അന്ന് പോലെ ഉണ്ടായിരുന്നു. 2012 ഈ വണ്ടിക്ക് കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ താലി എടുത്താലും വണ്ടി വന്നേനെ. അതെ. ഏകദേശം 2012 2012-13 ഏകദേശം 8-9 വർഷമായി. അപ്പോൾ ആ സമയത്ത് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ ബന്ധമുള്ള ഓഫീസേഴ്സിൻ്റെ ഒക്കെ ചോദിക്കുന്നു, ഇങ്ങനെ വണ്ടിയൊക്കെ കിട്ടും. അന്ന് കാലഘട്ടത്തിലൊന്നും വണ്ടി വിട്ടു കൊടുക്കുന്നതിൻ്റെ അറിയില്ല. അപ്പോഴും ഈ മനസ്സിൽ ഒരാഗ്രഹം വെച്ചിരിക്കുക. എന്നിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ ഈ വിവാഹത്തിലോട്ട് എത്തിയപ്പോഴും ഞാൻ അഭിജിതയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. അപ്പം അവളും യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. അവർക്ക് സപ്പോർട്ടാണ്. കാരണം അറിയാം, യാത്രക്കാരൊക്കെ പറഞ്ഞ് സംഭവം അറിയാം. ഇങ്ങനെ കാരണം KSRTC അറിയാം. ഇപ്പൊ KSRTC ഡിപ്പോയിൽ ഇപ്പൊ ഒരു വണ്ടി വൈകി എന്താ ചെയ്ത് അവിടെയല്ല വിളിക്കുന്ന, എന്നെയാണ് വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് വൈകി, അവലെ ഇന്ന വണ്ടി ഉണ്ടോ? ഞാൻ പറഞ്ഞ ഉണ്ട്. അല്ല, നമ്മൾ സാറായിട്ട് സംസാരിച്ചിട്ട് പറയും, കൺഫേം ആക്കിയിട്ടേ പറയാറുള്ളൂ.